മണിപ്പൂരിൻ്റെ പേരിൽ നിലവിളിച്ചുകൊണ്ട് കിടന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ മണിപ്പൂരിൽ വീണ്ടും രക്തരൂക്ഷിതമായ ആഭ്യന്തര യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നടക്കുന്ന യുദ്ധം ഇപ്പോൾ അത് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയാണ്. ഡ്രോൺ ഉപയോഗിക്കുന്നു. ഇന്ത്യ റിസർവ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഇന്ത്യൻ സേനാ വിഭാഗത്തിൻ്റെ ബങ്കറുകൾ തകർക്കുന്നു. ഇപ്പോൾ മണിപ്പൂരിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ വീട് ശത്രു രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന പോലെയുള്ള റോക്കറ്റ് ഉപയോഗിച്ച് തകർക്കുന്നു. മണിപ്പൂരിനെക്കുറിച്ച് ഇതുവരെ ഘോരഘോരം പ്രസംഗിച്ച ഒരാളും രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരക്ഷരം വിട്ടുന്നില്ല. ഇത് മണിപ്പൂരിൽ കഴിഞ്ഞ മെയ് 3-ാം തീയതി ഈ സംഘർഷം തുടങ്ങിയ കാലത്ത് തന്നെ നമ്മുടെ സർക്കാരിന് വിവരം ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ വിദേശ കരങ്ങൾ ഉണ്ട് എന്നുള്ളത്. ഇവിടുത്തെ സഭ, പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ, പിന്നെ ഈ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നവർ, കുത്തിന്ത്യ മുന്നണിയുടെ ആളുകൾ, ഈ രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ വരെയുള്ള ആളുകൾ, ഇവരൊക്കെ ഇത് സംഘർഷം വേറെ തരത്തിൽ സംഘപരിവാർ ക്രിസ്ത്യാനികളെ കൊല്ലുകയാണെന്ന് പറഞ്ഞു. കൊല്ലുകയാണ്, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമാണെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോഴും അറിയാം മറ്റേ മെയ്ത്തികളെ STയിൽ ഉൾപ്പെടുത്തണമെന്ന് ഹൈക്കോടതി വിധി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം ഇത് ഗോത്ര സംഘർഷങ്ങൾ അവിടെ സാധാരണമായിട്ട് ഉണ്ടാകുന്നുണ്ട്. എത്രയോ വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അവിടെ ഉണ്ടായിരുന്ന പട്ടാള നിയമമായ അപ്സ പിൻവലിച്ചത്. അതായത് മോദിയുടെ കാലത്തിന് ശേഷമാണ് കുറച്ചെങ്കിലും സമാധാനം വന്നത്. അതെ, സമാധാനം വന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ രണ്ടാമത് തുടങ്ങുമ്പോൾ ഈ സമാധാന ചർച്ചകളൊക്കെ ഒരു ഘട്ടത്തിലെത്തി നിന്നിരുന്നു. അപ്പോഴാണ് ഈ ഇസ്രായേൽ ഹമാസ് കഥയൊക്കെ പോലെ വീണ്ടും അവിടെ ആക്രമണം തുടങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ സമാധാനം ഉണ്ടാകരുത് എന്ന ആഗ്രഹമുള്ള വിദേശ ശക്തികൾ, പ്രത്യേകിച്ച് ചൈന എങ്ങനെയാണ് ഇടപെടുന്നതെന്ന് നമുക്ക് പറയാം. ഇപ്പോൾ സുനിൽ പറഞ്ഞ പോലെ വെള്ളിയാഴ്ച പഴയ മുഖ്യമന്ത്രി, മണിപ്പൂർ സ്റ്റേറ്റ് ഉണ്ടായതിനു ശേഷമുള്ള ആദ്യത്തെ മുഖ്യമന്ത്രി മെയ്രേൻ ഭാൻ പിരേൻ ബിഷ്ണുപൂരിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. വീട് തകർന്നു. അവിടെ എന്തോ ഒരു പൂജ ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. അതിൽ പങ്കെടുത്തിരുന്ന പൂജാരി, ഹിന്ദു പൂജാരി മരിക്കുകയും ചെയ്തു. അത് തന്നെ 5-6 പേർക്ക് പരിക്കുണ്ട്. ഇന്നലെയും ഇഷ്ടംപോലെ ആക്രമണം. ജിരിബാം എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വില്ലേജ് പ്രൊട്ടക്ഷൻ ഗാർഡ് എന്ന് പറഞ്ഞ ഗ്രാമീണരുടെ സന്നദ്ധ സംഘടനയുണ്ട്. അതിൽപ്പെട്ട ആളുകളുടെ വീട്ടിൽ കയറി ഉറങ്ങിക്കിടക്കുന്നവരെ വെട്ടിക്കൊന്നു. ഈ ജിരിബാം ഭയങ്കര കൗതുകമുള്ളൊരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ചാൽ മെയ് 3-ാം തീയതി കഴിഞ്ഞ കൊല്ലം സംഘർഷം തുടങ്ങിയിട്ട് സംഘർഷം ഒട്ടും ബാധിക്കാതെ കിടന്ന സമാധാനത്തോടെ ജില്ലയാണത്. അവിടെയും കൂടി ഇത്തവണ നമ്മളിപ്പോൾ ജമ്മുവിലേക്ക് അക്രമം മാറ്റി എന്ന് പറയുന്ന പോലെയാണ് ജിരിബാം ഇപ്പോൾ ഒരു ഫോക്കൽ പോയിന്റായി മണിപ്പൂരിൽ മാറിയിരിക്കുന്നത്. അല്ല, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ, സുഡാപ്പികൾ, കോൺഗ്രസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കുക്കികൾ മുഴുവൻ ക്രിസ്ത്യാനികളാണ്, അവരെ മുഴുവൻ മെയ്ത്തികൾ കൊല്ലുന്നു എന്നാണ് ഒരു നാരേറ്റീവ് ഉണ്ടാക്കിയത്. മെയ്ത്തികളിലും ഹിന്ദുക്കളും ഉണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസും ഉണ്ട്, കുക്കികളിലും ഉണ്ട്. ഭൂരിപക്ഷം കുക്കികൾ ക്രിസ്ത്യാനികളാണ്, മെയ്ത്തികൾ ഭൂരിപക്ഷം ഹിന്ദുക്കളുമാണ്. പക്ഷേ അതൊരു ജാതി പേരല്ല, ഒരു അത് ബ്രിട്ടീഷുകാർ കൊടുത്തൊരു പേരാണ്, ഗോത്രപ്പേരാണ്. അത് ഈ കുക്കി, ചിൻ, മ്യാൻമറിലെ ചിൻ, മിസോ, ഇതൊക്കെ ഈ ബ്രിട്ടീഷുകാർ കുക്കി എന്ന് വിളിച്ച ഗോത്രവർഗങ്ങളാണ്. എല്ലാം കൂടെ ഒരു 12 ഉണ്ട്, ഒരു അമ്പർലാക്ക് കീഴിലാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു സമുദായം, ഹിന്ദു സമുദായം ഒന്നും അല്ല. പക്ഷെ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വിശകലനം ചെയ്താൽ ഒരു സമാധാനമൊക്കെ ഉണ്ടായി വന്നതാണ്. ഇപ്പോൾ വീണ്ടും അത് ബ്രേക്ക് ചെയ്ത് ആക്രമണങ്ങൾ തുടങ്ങിയിരിക്കുന്ന കുക്കികളാണ്. അതെ, ആണ്. കുക്കികൾക്ക് ഈ ഇടവേളയിൽ ധാരാളം ആയുധങ്ങൾ സംഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട്, ആയുധങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവരിപ്പോൾ RPG ഉപയോഗിക്കുന്നുണ്ട് ഡ്രോണിൽ, റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ്. അത് നമ്മുടെ സാധാരണ ഈ വിവാഹം ഷൂട്ട് ചെയ്യുന്ന ഡ്രോണിലൊന്നും പറ്റില്ല. ആ ഡ്രോണ് കുറേയും കൂടി വലുതാക്കുക, പരിഷ്കരിക്കുക. ഹോബി ഡ്രോണുകൾ എടുത്തിട്ട് അവയെ അപ്ഗ്രേഡ് ചെയ്തതാണെന്ന് ഇന്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലിയ പരിശീലനം വേണം. അത് കിട്ടിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ NSG ഇപ്പോൾ വിളിച്ചത്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ മാറ്റം എന്ന് പറയുന്നത്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ മാവോവാദികൾ പോലും റോക്കറ്റ് ഉപയോഗിച്ചിട്ടില്ല. പറ്റില്ല.
കാശ്മീർ തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് വന്ന് റോക്കറ്റ് ആക്രമണം നടത്തിയിട്ടില്ല. അപ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് ആദ്യമായി ഇന്ത്യൻ സേനയ്ക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയിരിക്കുന്ന കുക്കി തീവ്രവാദികളാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ. അപ്പോൾ പഴയ നറേറ്റീവ് അനുസരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഇത് ക്രിസ്ത്യാനികൾ ചെയ്യുകയാണെന്നുള്ളത്? ഇന്ത്യക്കെതിരെ ക്രിസ്ത്യാനികൾ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയിരിക്കുന്നു എന്ന് രാഹുൽ ഗാന്ധിയുടെ പഴയ തിയറി അംഗീകരിച്ചാൽ പറയേണ്ടി വരും. കൊല്ലപ്പെടും സഭ അങ്ങനെ പറയേണ്ടി വരും. കാരണം കുക്കികളെ കൊല്ലുന്ന കുക്കികൾ പാവങ്ങളാണ് എന്ന് പറഞ്ഞ കുക്കികൾ ഡ്രോൺ ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങൾ ആക്രമിക്കുന്നത് പോലെ ഇപ്പം നമുക്ക് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത്, അല്ലെങ്കിൽ റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്നതും തിരിച്ചാക്രമിക്കുന്നതും ഡ്രോൺ ഉപയോഗിച്ചാണ്. അതുപോലെ ഇന്ത്യൻ സൈന്യത്തെ, ഇന്ത്യ റിസർവ് ബറ്റാലിയനെ കുക്കികൾ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കുന്നു. മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ റോക്കറ്റ് ആക്രമണം നടത്തുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു എന്നാണോ നറേറ്റീവ്? നമ്മളെന്തായാലും പറയത്തില്ല. അല്ല, റാഫേൽ തട്ടലിന് അങ്ങനെ വല്ല അഭിപ്രായം ഉണ്ടോയെന്ന് മേജർ ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന് അഭിപ്രായം ഉണ്ടോയെന്ന് അദ്ദേഹം പറയട്ടെ. കാരണം യുക്രൈനിലും റഷ്യനിലും ഒക്കെ ഉപയോഗിക്കുന്ന ബോംബിടാൻ ഉപയോഗിക്കുന്ന തരം ഡ്രോണുകൾ ഇപ്പോൾ മണിപ്പൂരിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ ഒരു ഗുരുതരമായ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ഈ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്ന അതീവ ഗൗരവമാണ്. കാരണം അത് വ്യോമാക്രമണമാണ്. അത് എവിടെ പോയിടാം? വേണേൽ സെക്രട്ടേറിയറ്റിൽ പോയിടാം, ഹൈക്കോർട്ടിൻ്റെ മുകളിലിടാം, മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുകളിലിടാം, നിയമസഭാ മന്ദിരത്തിന് മുകളിലിടാം. അപ്പോൾ ഡ്രോൺ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് കൈവിട്ടുപോയി ഒരു ശത്രു രാജ്യം ആക്രമിക്കുന്നതിന് തുല്യമാണ്. ശരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ കുക്കി അക്രമകാരികളെ, വിദേശ ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അതുപോലെ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവർ നിലവിളിയായിട്ട് വരും. മണിപ്പൂരിൽ കേന്ദ്രത്തിൻ്റെ അക്രമം ക്രിസ്ത്യാനികൾക്കെതിരെ. ഇതിൻ്റെ അകത്ത് ഈ ബോംബൊക്കെ ഇടാനായിട്ട് ഒരു ഹുക്ക് ഘടിപ്പിക്കുക. പക്ഷേ ഇത് റിമോട്ടായിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് ഈ ഗൈഡഡായിട്ട് ഇടണമല്ലോ, ഇന്നടത്ത് കൊണ്ടുപോയി. അപ്പോൾ അത് വളരെ ആധുനികമായി പോയി. വലിയ പരിശീലനം, വലിയ പണം, ഫണ്ടിങ് ഇതൊക്കെ കുക്കികൾക്ക് കിട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ആക്രമണം നടത്തിയ ഡ്രോൺ അല്ല റോക്കറ്റ് ചൈനീസ് നിർമ്മിതമാണ്. ആ ചൈനയുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ റോക്കറ്റ് ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിലിറ്ററി ഗ്രേഡ് ഡ്രോൺ വേണം. ഇന്ത്യൻ പട്ടാളമൊക്കെ ഉപയോഗിക്കുന്ന ഡ്രോണില്ലേ, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. വലിയ രാജ്യങ്ങളുടെ വലിയ സന്നാഹമുള്ള പട്ടാളങ്ങൾ ഉപയോഗിക്കുന്നത് പോലുള്ള ഡ്രോൺ വെച്ചിട്ടാണ് ഈ റോക്കറ്റ് ഫയർ ചെയ്തിരിക്കുന്നത് ഈ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ. അതുപോലെ മോർട്ടാർ ഈ റോക്കറ്റൊക്കെ ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡ്രോൺ വലിയ മുകളിൽ പറക്കണം. സാധാരണ ഈ പറക്കൽ ഡ്രോണിൻ്റെ പോരാ. അങ്ങനെ മുകളിൽ പറന്നിട്ട് അവിടുന്ന് ഇടുന്ന ഈ റോക്കറ്റോ ബോംബോ നന്നായിട്ട് വന്ന് ഭൂമിയിൽ ഇടിക്കണം. അതിനാണ് ഈ മുകളിൽ നിന്നിടണം എന്ന് പറയുന്നത്. നന്നായിട്ട് ഇടിച്ചിട്ട് വേണം അത് പൊട്ടാൻ. യുക്രൈനിൽ ഗ്രനേഡ്സ് ഇങ്ങനത്തെ ഡ്രോണുകളിലാണ് റഷ്യയിലും നേരത്തെ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ റോക്കറ്റ് ഡ്രോൺ വഴി ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ റിമോട്ടുമായിട്ടിരിക്കുന്ന ആ ഭടൻ ഉണ്ടല്ലോ, കുക്കി, അയാളുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആള്, അയാളുടെ ആ റിമോട്ടിൽ എയിമിങ് സൈറ്റ്, മോണിറ്റർ, ഇതൊക്കെ വേണം. ഇത് മുഴുവൻ ഗൈഡ് ചെയ്യാനുള്ള സംഭവങ്ങൾ അയാളുടെ കയ്യിൽ വേണം. എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടികളൊന്നും അല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. 2023 മെയ്യിൽ സംഘർഷത്തിന് ശേഷമാണ് ഇങ്ങനത്തെ സംഗതികളൊക്കെ. മുമ്പ് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ, കുക്കി, അവരൊക്കെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഡ്രോണുകൾ ഉപയോഗിച്ചിരുന്നതായിട്ടൊക്കെ വിവരമുണ്ട്. ഇപ്പോൾ ലിസിപ്രിയ കാങ്കു ജാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു അധികം പ്രായമില്ലാത്തൊരു കൗമാരമൊന്നും വിടാത്തത് ക്ലൈമറ്റ് ആക്ടിവിസ്റ്റാണ്. ആ കുട്ടി ഭയങ്കര അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചു എന്ന് അക്കാലത്ത് വിവരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജൂണിൽ ആസാമിൽ മണിപ്പൂരിലെ ഭീകരർക്ക് ഡ്രോണുകളുടെ പാർട്ടുകൾ എത്തിച്ചു കൊടുക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്തു. ഈ കഴിഞ്ഞ 2 മാസം മുമ്പ്. അതിൽ ഒരാളുടെ അടുത്ത് 10 ഡ്രോൺ ബാറ്ററികൾ ഉണ്ടായിരുന്നു പിടിച്ചപ്പോൾ. പക്ഷെ അയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഫിലിം മേക്കേഴ്സ് അസോസിയേഷൻ പ്രതിഷേധിച്ചു. അത് ഇവിടുത്തെ ഈ സഭക്കാരെയും ഇടതുപക്ഷക്കാരെയും പോലത്തെ ഒരു സംഘടനയായിരിക്കുമേ, ഇത് സിനിമ പിടിക്കാൻ കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫിലിം മേക്കേഴ്സ് അത് ഇഗ്നോർ ചെയ്തു, പോലീസും പട്ടാളമൊക്കെ. കാരണം ഇത് എന്തിനുള്ളതാണെന്ന് മനസ്സിലായിരുന്നു. മ്യാൻമാറിൽ ഇപ്പോൾ മറ്റേ പട്ടാള ഭരണകൂടത്തിനെതിരെ ചിൻ കലാപകാരികൾ ചിൻ പ്രവിശ്യയിൽ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
ഈ റോക്കറ്റുകൾ, ഈ ഡ്രോണുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. മണിപ്പൂർ അതിർത്തിയിലാണ് അതൊക്കെ. ആ ചിൻ എന്നൊക്കെ പറയുന്നത് കുക്കികൾ തന്നെയാണ്. കാരണം അവിടുന്ന് ഈ പലായനം ചെയ്ത് ഇവിടെ താമസിക്കാൻ വന്നവരെയാണ് ബ്രിട്ടീഷുകാർ കുക്കികൾ എന്ന് പേരിട്ടത്. ഈ ചിൻ ഗോത്രക്കാർ തന്നെയാണ് ഇവർ. അവരുമായിട്ട് ബന്ധമുണ്ട് ഇപ്പോൾ. അപ്പോൾ ചിൻ കലാപകാരികൾക്ക് ഇത് മുഴുവൻ കൊടുക്കുന്നത് ചൈനയാണ്. മ്യാൻമാറിലെ യുണൈറ്റഡ് വാ സ്റ്റേറ്റ് ആർമി, അരക്കൻ ആർമി, ഇതൊക്കെ പ്രോക്സീസാണ്. ചൈനീസ് പട്ടാളത്തിൻ്റെ പ്രോക്സികളായിട്ടാണ് ഈ രണ്ട് ആർമികളും മ്യാൻമാറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2020 ഇന്ത്യയിൽ നിന്നുള്ള 4 ഭീകര നേതാക്കൾക്ക് തെക്കൻ ചൈനയിലെ നഗരമായ തെക്കൻ ചൈന ഈ ഭാഗം കുൻമിങ് അവിടെ പരിശീലനം കൊടുത്തതായിട്ട് നമ്മുടെ ഇൻ്റലിജൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പരിശീലനം കൊടുത്തു, ആയുധം കൊടുത്തു. ഒക്ടോബർ മധ്യത്തിൽ കഴിഞ്ഞ കൊല്ലം ഈ റിട്ടയർ ചെയ്ത ചൈനീസ് പട്ടാളക്കാർ ഈ കുൻമിങ്ങിൽ ഇവരെ പരിശീലിപ്പിച്ചതായിട്ട് നമുക്ക് വിവരമുണ്ട്. അരക്കൻ ആർമി നിന്നുള്ളവരെ ഈ മറ്റേ ചൈന സിത്വേ തുറമുഖം മുതൽ ഈ കുൻമിങ് എന്ന് പറയുന്ന സ്ഥലം വരെ ഉള്ള ഇക്കണോമിക് കോറിഡോറിൽ, സാമ്പത്തിക ഇടനാഴിയിൽ റോഡും ഗ്യാസ് പൈപ്പ് ലൈനും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സുരക്ഷിതമായിട്ട് നോക്കാൻ, ശത്രുക്കൾ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ ഈ ചിൻ ആർമിയെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചൈന. അപ്പോൾ ഇന്ത്യ മ്യാൻമാർ അതിർത്തിയിൽ ഇവർക്ക് ഒളിവിടം, മണിപ്പൂരിൽ നിന്നുള്ളവർക്കും ഈ ചിൻ ആർമിക്കാർക്കും ഒക്കെയുള്ള ഒളിവിടവും ചൈന ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ആ അതിർത്തി വഴിയാണ് ഇപ്പോൾ ഈ റോക്കറ്റുകൾ, ഡ്രോണുകൾ ചൈന ചിൻ ആർമിക്ക്, അരക്കൻ ആർമിക്കും ഒക്കെ സപ്ലൈ ചെയ്യുന്നു. അവരിവിടെ കുക്കി ആർമിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഏതായാലും മണിപ്പൂർ നിങ്ങൾ പറഞ്ഞ പോലെയൊന്നുമല്ല. മണിപ്പൂരിൻ്റെ പിന്നിലെ യഥാർത്ഥ മുഖം തിരശ്ശീല മാറി യഥാർത്ഥ കളിക്കാർ പതുക്കെ രംഗത്ത് വരികയാണ്. ചൈനയാണിത് ചെയ്തത്. ചൈനയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ശബ്ദിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ചൈനീസ് ചാരന്മാരുടെ പണിയാണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായ യുദ്ധമാണ് അത്. മെയ്ത്തികൾക്കെതിരെ ഉള്ള യുദ്ധമെന്ന് ഭാവിച്ച് നടത്തിയത് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധമാണ്. അവിടെ ഇരകൾ, നമുക്ക് നിസ്സംശയം പറയാം, ഇരകൾ മെയ്ത്തികളായിരുന്നു. ആക്രമണകാരികൾ അത്യാധുനിക ആയുധങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ സൈന്യത്തെ പോലും, ഇന്ത്യ റിസർവ് ബറ്റാലിയനെ പോലും ആക്രമിച്ച കുക്കികൾ തന്നെയാണ്. ഇത്തരം ഭീകരവാദികളെ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ ഉരുക്ക് കരങ്ങൾ കൊണ്ട് അടിച്ച് തകർക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കുക്കികൾക്ക് രാജ്യാന്തര ബന്ധങ്ങളുണ്ട് അങ്ങോട്ടൊക്കെ. കാരണം ചൈനയൊക്കെ പറഞ്ഞിരുന്നത് മ്യാൻമാറിൽ ഇവര് തന്നെ അല്ല, ചൈനയ്ക്ക് മെയ്ത്തിക്ക് അങ്ങനെയൊന്നുമില്ല. അതെ, അവർക്ക് അങ്ങനെയൊന്നുമില്ല. അവരൊരു ഗോത്രം, അവർക്ക് അടി കിട്ടുമ്പോൾ അവർ ഒന്നിച്ച് നിന്ന് പ്രതിരോധിക്കുന്നു. പക്ഷേ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ബർമ്മയ്ക്കും, അതായത് മ്യാൻമറിനും ഭൂട്ടാനും ഇടയ്ക്ക് മറ്റൊരു രാജ്യം വേണമെന്നുള്ള അമേരിക്കൻ അജണ്ടയുണ്ട്. ആ അമേരിക്കൻ അജണ്ടയ്ക്ക് ബദലായി ചൈനയുടെ ഒരു അജണ്ടയുണ്ട്. ചൈനയ്ക്കും വേണം ഒരു സ്വന്തമായി ഒരിടം. ആ ഇടത്തിന് വേണ്ടി സ്വതന്ത്ര കുക്കി രാജ്യത്തിന് വേണ്ടിയുള്ള ഒരു യുദ്ധമാണ് ഇപ്പോൾ മണിപ്പൂരിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അങ്ങോട്ട് പോവാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ NSG അവിടെ വന്നിരിക്കുന്നത്. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ കടുത്ത നടപടികൾ തന്നെ മണിപ്പൂരിൽ ഉണ്ടാവും. അപ്പോൾ നിലവിളി ശബ്ദമിട്ട് ഈ വഴി വന്നേക്കരുത്, മെഴുകുതിരി കത്തിക്കരുത്. ആ ക്രൈസ്തവ രാജ്യത്തിന് അവർ പേര് വിട്ടിട്ടുണ്ട്, അമേരിക്ക സോഗം എന്നാണ് അതിൻ്റെ പേര്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.